പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൊസൈറ്റി ഓഫ് എഡ്യൂക്കേഷണൽ ആൻഡ് എൻവയറമെൻ്റൽ ഡെവലപ്മെൻറ്റ്സ് ഇന്ത്യ എന്ന സീഡ് ഇന്ത്യ താനാളൂർ വെച്ച് നടത്തിയ സംരംഭകർക്ക് വേണ്ടിയുള്ള ഏകദിന ശില്പശാലയിൽ ചില കാര്യങ്ങൾ പറയണം എന്നുദ്ദേശിച്ചിരുന്നു. സമയവും സാഹചര്യവും അനുകൂലമല്ലാത്തതുകൊണ്ട് അന്നത് പറയാൻ സാധിച്ചില്ല. അന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അക്കാര്യങ്ങൾ പറയുന്നതിനു മുമ്പായി എൻ്റെ എളിയ ഒരു അഭ്യർത്ഥന, ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്ന് തോന്നുന്നതാണെങ്കിൽ ഷെയർ ചെയ്യണം. ഒരു പുതിയ സംരംഭം തുടങ്ങി വിജയിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ സംരംഭം ആരംഭിച്ച് പ്രതിസന്ധിയിലുള്ളവർക്ക് ആ പ്രതിസന്ധി പരിഹരിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ എന്ന് മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണ് നമ്മൾ ജില്ലാതലത്തിൽ അങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചത്, ഒരു ശില്പശാല സംഘടിപ്പിച്ചത്. ബാങ്ക് ലോണുകളെക്കുറിച്ച്, സർക്കാർ സഹായങ്ങളെക്കുറിച്ച് ഒക്കെ അന്നത്തെ ആ ശില്പശാലയിൽ പങ്കെടുത്ത ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. അത്തരം കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ നമുക്ക് സാധ്യമാകുന്ന വിധത്തിൽ അതുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരുങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. ഞങ്ങളുടെ ഈ ചാനൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വിഷയത്തിലുള്ളതല്ല. ഒരു തോന്നിയാസന ചാനൽ എന്ന് പറയാം. അത് തോന്നുന്നതൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ഒരു ചാനൽ. ചിലപ്പോൾ ഒപ്പനയുണ്ടാകും, ചിലപ്പോൾ നാടകം ഉണ്ടാവും, ചിലപ്പോൾ ഞാൻ എഴുതിയ കവിതകളുണ്ടാവും. അങ്ങനെ എന്തും പോസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ളൊരു ചാനലാണ്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതുകൂടി മനസ്സിലാക്കി സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരാൾ ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുമ്പം വളരെ വ്യക്തതയുള്ള ഒരു ആശയം, ഒരു ഐഡിയ ഒരു സംരംഭകനുണ്ടായിരിക്കണം. അത് ഏത് തരത്തിലുള്ള സംരംഭമാണോ ആണെങ്കിൽ, ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കാര്യത്തിലാണെങ്കിൽ ഏത് ഉൽപ്പന്നമാണ് നമുക്ക് ഏറ്റവും അസംസ്കൃത വസ്തു ഏറ്റവും സുലഭമായി ലഭിക്കുന്നത് എന്ന പഠനം കൂടി അക്കാര്യത്തിലുണ്ടാകണം. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞ നമ്മുടെ ജില്ലയിൽ ഒരു സ്പിന്നിങ് മില്ലുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാം ചിലപ്പോൾ. ആ സ്പിന്നിങ് മില്ലിൻ്റെ അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് പരുത്തിയാണ്. നമ്മുടെ കേരളത്തിൽ എവിടെയും പരുത്തി കൃഷി നടക്കുന്നതായി എനിക്കറിയില്ല. അപ്പോൾ അതിലേക്ക് വേണ്ട പരുത്തി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ട് വേണം ഈ വ്യവസായം ഇവിടെ മെച്ചപ്പെടുത്താൻ. അതിൻ്റെ ഒരു പ്രതിസന്ധി ആ സ്ഥാപനം എന്നും അനുഭവിക്കുന്നുമുണ്ട്. ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഏത് സംരംഭം ആരംഭിക്കുമ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ ലഭ്യമാകുന്ന ഉൽപ്പന്നങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചുള്ള നിർമ്മാണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സംരംഭങ്ങളിലേക്ക് നമ്മൾ പോകാൻ പാടുള്ളൂ. വളരെ കൃത്യതയുള്ള ഒരു ആശയം നമുക്ക് സംരംഭകന് ഉണ്ടായാൽ ആ ആശയം പ്രയോഗവൽക്കരിക്കാൻ, ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഒരു ടീം വേണം. അപ്പോൾ ആ ടീമിനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും നമ്മൾ വളരെ ജാഗ്രതയുണ്ടാകണം. നമുക്ക് ഏറ്റവും സുരക്ഷിതമായ വിശ്വസ്തരായ ആളുകൾ നമ്മുടെ ടീമിലില്ല എങ്കിൽ നമ്മുടെ സംരംഭം വിജയിപ്പിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മളെ ടീം ഏറ്റവും ആപ്റ്റായത്, ഏറ്റവും നല്ലത്, അതിൻ്റെ ക്വാളിറ്റി നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം എന്നാണ് എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അങ്ങനൊരു ടീമും ആശയവും ഉണ്ടായാൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യണമെങ്കിൽ ഫണ്ട് വേണം. അപ്പോൾ നമ്മൾ അതിനുള്ള ഫണ്ട് കണ്ടെത്തണം. ഫണ്ട് കണ്ടെത്തുന്ന കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കഴിയുന്നതും വായ്പയിലേക്ക്, ബാങ്ക് ലോണുകളിലേക്ക് പോകാതിരിക്കുക എന്നാണ്. ബാങ്ക് ലോണുകൾ നമുക്ക് സ്വാഭാവികമായും മാസാവസാനത്തിൽ ഒരു ടെൻഷൻ നമുക്കുണ്ടാക്കും, ഒരു സംശയവുമില്ല. കാരണം അതിൻ്റെ തവണ അടക്കണമെങ്കിൽ നമുക്ക് പണം കണ്ടെത്തണം. ഏതൊരു സംരംഭത്തിൻ്റെയും തുടക്കത്തിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ടാവും. ആ സമയത്ത് നമുക്ക് ഈ ബാങ്കിലെ തവണ അടക്കാൻ, ബാങ്കിൽ അടയ്ക്കേണ്ട തുക കണ്ടെത്താൻ
സാധിക്കാത്ത സംരംഭം തുടക്കത്തിലൊക്കെ വലിയ പ്രോഫിറ്റ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതിന് നമുക്ക് സാധിക്കാത്ത അല്ലെങ്കിൽ പ്രയാസമുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ നമുക്കത് മാനസിക സംഘർഷമുണ്ടാക്കും. അത് നമ്മുടെ സംരംഭത്തെ ബാധിക്കും. അതുകൊണ്ട് തന്നെ കഴിയുന്നതും അത്തരം ബാധ്യതകളില്ലാത്ത വിധം സംരംഭങ്ങൾ തുടങ്ങാൻ നമ്മൾ ശ്രമിക്കണം. എന്നാൽ അനിവാര്യമായ ഘട്ടങ്ങളിൽ അത്തരം ലോണുകൾ എടുക്കുകയും ആ ലോണുകൾ എടുക്കുമ്പോൾ അത് ഏറ്റവും സുതാര്യമായതും ഏറ്റവും ബുദ്ധിമുട്ട് കുറഞ്ഞതുമായ ലോണുകൾ ഏതൊക്കെയെന്ന് നമ്മൾ കണ്ടെത്തണം. നമുക്കറിയാം, ഈ ഏറ്റവും കുറഞ്ഞ പലിശക്ക് കിട്ടുന്ന ലോണുകളുണ്ട്. സർക്കാരിൻ്റെ വ്യവസായ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധി സ്കീമുകളുണ്ട്. അതുപോലെ തന്നെ ഖാദി ബോർഡുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംരംഭങ്ങൾ വരുമ്പോൾ അതിൻ്റേതായ ആനുകൂല്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് വേണം ഫണ്ട് കണ്ടെത്തുന്നത്. ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. അതൊരു വലിയ ബേർഡനാകാൻ, വലിയൊരു ബാധ്യതയും പ്രയാസവുമാകാതിരിക്കാൻ ഉള്ള മുൻകരുതലുകൾ അത്തരം വായ്പ എടുക്കുന്നതിന് മുമ്പേ നമ്മൾ കണ്ടെത്തണം. അങ്ങനെ ഫണ്ട് കണ്ടെത്തുമ്പോൾ പ്രതിസന്ധികൾ കുറയും എന്നാണ് എൻ്റെ അഭിപ്രായം. ഐഡിയ, ഫണ്ട്, ടീം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് തുടരാം. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും സംവദിക്കാം.